ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റ് കാലത്ത് മുഴുവനും കേട്ടു. അദ്ദേഹം പറഞ്ഞതിന്റെ ചുരുക്കം പറഞ്ഞാൽ അദ്ദേഹം യുദ്ധം തുടരും. എത്ര നാളത്തേക്ക് തുടരുമെന്ന് കൃത്യമായി പറഞ്ഞിട്ടില്ല. 1-2 ആഴ്ചയെങ്കിലും തീർച്ചയായിട്ടും തുടരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു ഡീല് കിട്ടുന്നില്ലെങ്കിൽ അദ്ദേഹം തുടരും. എന്ത് ഡീലാണ് വേണ്ടതെന്ന് അദ്ദേഹം പറയുന്നില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു, അദ്ദേഹം ഇറാന് അണുവായുധം ഉണ്ടാക്കുന്നതിൽ നിന്ന് അദ്ദേഹം ഇറാനെ പിന്മാറ്റിയിട്ടുണ്ട്. അത് വളരെ ഭൂമിക്കടിയിലാണ് അത് കിടക്കുന്നത്, ഈ യുറേനിയം. അത് അവര് എടുക്കാൻ പോവുകയാണെങ്കിൽ പിന്നെ അവർ സ്ട്രൈക്ക് ചെയ്യും. അപ്പോ അത് അടുത്തിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് ഇനിയും 1-2 ആഴ്ച കൂടി യുദ്ധം ചെയ്യാൻ പോണെന്ന് വ്യക്തമാക്കിയിട്ടില്ല. പിന്നെ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസിന്റെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞു അമേരിക്കയ്ക്ക് അതിൽ വലിയ താല്പര്യമില്ല. കാരണം അമേരിക്ക സ്ട്രെയിറ്റ് ഓഫ് ഹോർമസിൽ നിന്നൊന്നും എണ്ണയൊന്നും വാങ്ങിക്കുന്നില്ല. അത് വാങ്ങിക്കുന്നത് യൂറോപ്യൻസ് ഒക്കെയാണ്. അപ്പൊ അവര് എന്താ ചെയ്യേണ്ടത് ചെയ്തോട്ടെ, അമേരിക്ക വേണമെങ്കിൽ അവരെ സഹായിക്കാം. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ആക്ച്വലി കറക്റ്റ് അല്ല. അമേരിക്കൻ സോഷ്യലിസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്, അമേരിക്കയുടെ ഓയിലിന്റെ കാര്യത്തിൽ, എണ്ണയുടെ കാര്യത്തിൽ 7% സ്റ്റേറ്റ് ഓഫ് ഹോർമസിൽ നിന്ന് കിട്ടുന്നു. പെട്രോളിന്റെ കാര്യത്തിൽ ഏതാണ്ട് 2% കിട്ടുന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞു ഇറാന്റെ മിസൈൽ കേപ്പബിലിറ്റീസ് മിക്കവാറും അത് നശിപ്പിച്ചു, ഡ്രോൺ കേപ്പബിലിറ്റീസ് നശിപ്പിച്ചു. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇറാന്റെ ഇസ്രയേലിനും ഗൾഫ് രാജ്യങ്ങൾക്കും എതിരായിട്ടുള്ള ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോ അതിൽ അദ്ദേഹം പറഞ്ഞതും ശരിയല്ല. അപ്പോൾ എന്റെ അഭിപ്രായത്തിൽ ഇത് വളരെ ഡിസപ്പോയിന്റിങ് ആയിരുന്നു. തന്നെയുമല്ല, അമേരിക്കയിൽ എണ്ണയുടെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. പമ്പിലേക്ക് പോകുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻഫ്ലേഷൻ കൂടും. അപ്പോ ഈ സ്ഥിതിയിൽ എത്ര നാളത്തേക്ക് ട്രംപിന് ഈ യുദ്ധം തുടർന്നുകൊണ്ട് പോകാൻ സാധിക്കുമോ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന് അത് 1-2 ആഴ്ചക്ക് കൂടുതൽ ഈ യുദ്ധം തുടർന്നുകൊണ്ട് പോകാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്ന്. അതൊന്നും വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാനുള്ളത്, നമ്മൾ MEAയിൽ മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ ഞാനൊരു ഉണ്ടായിരുന്നപ്പോൾ ഇങ്ങനെ ഒരു സ്പീച്ച് പ്രൈം മിനിസ്റ്റർ കൊടുക്കണമെങ്കിൽ ആദ്യം അത് ജോയിന്റ് സെക്രട്ടറി ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കും. പിന്നെ സെക്രട്ടറി, അതിന്റെ ചുമതല വഹിക്കുന്ന സെക്രട്ടറി അത് നോക്കും. പിന്നെ ഫോറിൻ സെക്രട്ടറി അത് നോക്കും. പിന്നെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ അത് നോക്കുക. അത് കഴിഞ്ഞിട്ട് അത് PMOയിലേക്ക് അയക്കും. അപ്പൊ അവര് ഒന്നുകിൽ അത് മുഴുവൻ സ്വീകരിക്കും, അല്ലെങ്കിൽ അവര് വേറെ ചില അമെന്റ്മെന്റ് വേണമെന്ന് പറയും. അത് രണ്ടാമത് ജോയിന്റ് സെക്രട്ടറി അടുത്ത് കിട്ടും. അത് കഴിഞ്ഞിട്ട് ജോയിന്റ് സെക്രട്ടറി വർക്ക് ചെയ്യും. എന്നിട്ട് പിന്നെയും PMOയിലേക്ക് പോകും. ഒരുപാട് എന്താ പറയുക, ബാക്ക് ആൻഡ് ഫോർത്ത് ഉണ്ടാകും. അങ്ങനെയാണ് ബ്യൂറോക്രാറ്റിക് അത് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ട്രംപ് അങ്ങനെയൊന്നും ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന്റെ സ്പീച്ചസ് ഒക്കെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റിന് വലിയ പങ്കുണ്ടെന്ന് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാറിനും ട്രംപിന്റെ ഒരു കിച്ചൺ ക്യാബിനറ്റ് പോലുള്ള കൂട്ടരുണ്ട്. അവരാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത്. അപ്പൊ അത് കാരണം ഒരുപാട് ഇൻകൺസിസ്റ്റൻസീസ് കാണും. അമേരിക്കൻ സോഴ്സസ് തന്നെ ഒരുപാട് ഫാക്ട് ചെക്കിംഗ് നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാസ്തവവിരുദ്ധമായ പ്രസ്ഥാനങ്ങൾ അവർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അപ്പോൾ പൊതുവെ പറഞ്ഞാൽ ഇത് വളരെ ഡിസപ്പോയിന്റിംഗ് ആണ്. ഈ യുദ്ധം ഇനിയും 1-2 ആഴ്ച നീണ്ടു നിൽക്കും എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. എന്റെ അഭിപ്രായത്തിൽ അതിൽ കൂടുതൽ നീണ്ടു നിൽക്കാൻ സാധ്യതയില്ല. കാരണം എണ്ണവില കൂടുന്നു, നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോക്ക് മാർക്കറ്റ് താഴുന്നു. അപ്പോ ട്രംപിന് ഇന്റേണൽ പ്രഷേഴ്സ് ഉണ്ട്. തന്നെയുമല്ല, മാഗ അവരും ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു പോൾ എടുത്തപ്പോൾ ട്രംപിന്
ഇന്ത്യ ഈ സംരംഭത്തെ സപ്പോർട്ട് ചെയ്യുന്നത് 30%. അപ്പോൾ ട്രംപ് മിക്കവാറും വിജയം പ്രഖ്യാപിച്ചുകൊണ്ട് അടുത്ത് തന്നെ നീങ്ങാനാണ് സാധ്യത. അപ്പോൾ അദ്ദേഹം മിക്കവാറും പറയുമായിരിക്കും ഇറാന്റെ എയർഫോഴ്സിനെ തകർത്തു, നേവിയെ തകർത്തു, ഡ്രോൺസ് മിസൈൽസ് ഉണ്ടാക്കാനുള്ള അവരുടെ കഴിവുകൾ എല്ലാം നീക്കം ചെയ്തു, അവരുടെ രാഷ്ട്രീയ നേതാക്കളെ കൊന്നു എന്നൊക്കെ. ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം പറഞ്ഞു റെജീം ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞു എന്ന്. ഇത് എന്താ പറയുക, ഇംഗ്ലീഷ് ഭാഷയുടെ ശരിയായിട്ടുള്ള ഉപയോഗമല്ല. കാരണം റെജീം ചേഞ്ച് എന്ന് പറയുവാണെങ്കിൽ റെജീം എയെ റീപ്ലേസ് ചെയ്തിട്ട് ട്രംപിന് ഇഷ്ടമുള്ള ഒരു റെജീം ബിയെ അവിടെ നിയമിക്കുക. അങ്ങനെയാണെങ്കിൽ അത് റെജീം ചേഞ്ച് എന്ന് പറയാം. അങ്ങനെയല്ല അതുണ്ടായിരിക്കുന്നത്. ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അസാസിനേറ്റ് ചെയ്ത അയത്തുള്ളയുടെ സ്ഥാനത്ത് ആരാ വരാൻ പോകുന്നതിനെ പറ്റി അദ്ദേഹത്തിന് ഒരു പ്രിഫറൻസ് ഉണ്ട്, അദ്ദേഹത്തിന് അത് നിശ്ചയിക്കണമെന്നൊക്കെ. അതൊന്നും ഇറാൻ ബഹുമാനിച്ചിട്ടില്ല. അപ്പോ ട്രംപ് പറഞ്ഞതിൽ ഒരുപാട് ഇൻകോഹറൻസ് ഉണ്ട്. ട്രംപ് തന്നെ ട്രംപിനെ എന്താ പറയുക കോൺട്രഡിക്ട് ചെയ്യുന്നു. പക്ഷെ നമുക്ക് തന്നെയുമല്ല, ഈ 2 ആഴ്ച കഴിഞ്ഞിട്ട് യുദ്ധം വിരമിക്കുകയാണെങ്കിൽ തന്നെയും അമേരിക്കയുടെ യുദ്ധം നിർത്തും, പക്ഷേ ഇസ്രയേലിന്റെ തുടരുമോ ഇല്ലെന്ന് നമുക്കറിയില്ല. അപ്പൊ ഇത് വളരെ എന്താ പറയുക അംബിഗ്വിറ്റിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.